2008 മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു ദിവസത്തെ സ്പോർട്സ് പേജിൽ അച്ചടിച്ചു വന്ന ഒരു ന്യൂസാണിത്. ഇന്ത്യയുടെ ഭാവി താരങ്ങളുടെ ഒരു ലിസ്റ്റാണെന്ന് അവര് ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. 3-4 പേരുടെ പേരുകൾ അവർ കൊടുത്തിരുന്നു. ഇവരായിരിക്കും ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കാൻ പോകുന്നതെന്നും, ഇവരായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണുകളെന്നും, ഇവരായിരിക്കും വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ പോകുന്നതും എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമായിരുന്നു അന്ന്. അതിൽ ഒരു 3-4 പേരെ പ്ലേയേഴ്സിന്റെ പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ നമുക്കറിയാം ഗോസ്വാമി, അതുപോലെ തന്നെ സാങ്വാൻ, ഇവരൊക്കെ പേരുകൾ ഇന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയും കൂടില്ല ഇവർ എവിടെയാണെന്നോ, ഇവർ ജീവിച്ചിരിക്കുന്നുണ്ടോ, ഇവർ കളിക്കുന്നുണ്ടോ ക്രിക്കറ്റ് ഒന്നും നമുക്കറിയില്ല. ഇതൊക്കെയായിരുന്നു അതിൽ കൊടുത്ത പേരുകൾ. പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെ ആരംഭത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്നാമത് ഒരാളുടെ പേരും ഫോട്ടോയും ഉണ്ടായിരുന്നു, സാക്ഷാൽ വിരാട് കോഹ്ലി. ഇന്നിപ്പോ താരം എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരം അറിയാം. താരം എന്തൊക്കെ ഇന്ത്യക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ കൃത്യമായി ഏതൊരു കുഞ്ഞു പോലും ഉത്തരം ഇന്ത്യത്തെ പറയും. അത്രത്തോളം ഫാൻ ബേസ് ആണ് കോഹ്ലി ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കാരിൽ മാത്രമല്ല, സ്പോർട്സ്മാൻമാരിൽ തന്നെ ക്രിക്കറ്റിലും ഒക്കെ കൂട്ടിയാൽ എത്ര അധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, എത്ര അധികം ആരാധകർ പിന്തുടരുന്ന ഒരു താരമായി കോഹ്ലി മാറിയിരിക്കും. അതിനെല്ലാം കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസസ് ആണ്. സെഞ്ചുറികളുടെ എണ്ണം നോക്കൂ, സച്ചിനുമായി തൊട്ടു പിന്നിൽ വിരാട് കോഹ്ലി. സച്ചിനെതിരെ മത്സരിക്കാൻ ഇനി വിരാട് കോഹ്ലിക്ക് മാത്രമേ സാധിക്കൂ 100 സെഞ്ചുറികൾ എന്ന നേട്ടത്തിന്. അത് എത്തിപ്പെടുമോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ അതിനൊരു സാധ്യത ഇപ്പോഴും വിരാട് കോഹ്ലിക്ക് ബാക്കിയുണ്ട്. ഇപ്പോഴും ഏകദിനം ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ഏകദിന ലോകകപ്പ് നേടിയിരിക്കുന്നു 2011. അതുപോലെ തന്നെ 2020 ലോകകപ്പ് നേടിയിരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി. സമാനതകളില്ലാത്ത ഇതിഹാസ നിലയിലേക്കാണ് വിരാട് കോഹ്ലി കയറിയിരിക്കുന്നത്. ക്യാപ്റ്റനായിട്ടുണ്ട് ഇന്ത്യയുടെ. ക്യാപ്റ്റനായി കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു അഗ്രഷൻ മൂവ്മെന്റ്സും, അതുപോലെ BGT ഓസ്ട്രേലിയ പോയി ജയിച്ചതുമെല്ലാം ആര് മറക്കാനാണ്? അത് പറഞ്ഞേ, ഇന്നത്തെ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും വിരാട് കോഹ്ലി എന്ന ബ്രാൻഡ് ആർക്കും അറിയാം. അപ്പൊ 2008 മാതൃഭൂമി ഇത് മനസ്സിലാക്കിയിരുന്നു. അന്ന് അവര് പ്രസിദ്ധീകരിച്ച 3-4 പേരിൽ ഒരാൾ വിരാട് കോഹ്ലി ആയിരുന്നു. മറ്റേ 2 പേര് ഇപ്പോ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ വിരാട് കോഹ്ലി അന്നും ഇന്നും എന്നും വൺ ബ്രാൻഡ്, കിങ് കോഹ്ലി, അങ്ങനെ തന്നെ വേണം പറയാൻ. അതാണ് വിരാട് കോഹ്ലിയുടെ പവർ. സോ നിങ്ങളിലേക്ക് രസകരമായ ഒരു ന്യൂസ് എത്തിച്ചു തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ കൂടെ